നോമ്പ് തുടങ്ങിയതിന് ശേഷം ഇവിടെ ചോറ് വെക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ചോറ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം വന്നേ. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് പൊതിച്ചോറ് കിട്ടാന്ന് ഒരു ആഗ്രഹം വന്നിട്ട് അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ അതായത് 1:30 ആയപ്പോഴത്തേക്കും ഞാൻ കിച്ചണിൽ കയറിയതാണ്. പിന്നെ ഈവനിങ് ആയപ്പോൾ അതായത് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാ. ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരു 4-5 കറിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പോയിട്ട് വാഴയിലേക്ക് ഒന്ന് വെട്ടിയെടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നിറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കറികളൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ അതിന്റെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വാടി കിട്ടൂലോ എന്ന് കരുതിയിട്ട് അതിങ്ങനെ വാട്ടിയെടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലുണ്ടാക്കിയ കറി എന്ന് പറഞ്ഞാൽ ബീഫ് കറി തലേന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്, പിന്നെ ലിവർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലിവർ ഞായറാഴ്ച മേടിച്ചതാട്ടോ, ബീഫും ഞായറാഴ്ച മേടിച്ചത്. അപ്പോൾ ഞാൻ ലിവർ ഇങ്ങനെ പൊതിച്ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കാൻ എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് വാഴയിലേക്ക് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. വാഴ വെട്ടിയ സമയത്ത് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ചോറ് കെട്ടണ സമയത്ത് മിക്കവാറും ചോറൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ അതേ എഗ്ഗൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് എഗ്ഗ് പൊരിക്കാൻ നേരത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂടാവാത്ത ഫ്രൈ പാനിലേക്കാണ് കേട്ടോ ഞാൻ മുട്ട ഒഴിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ കറികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. 1:30 ആയപ്പോൾ ഞാൻ തുടങ്ങിയ പരിപാടി 4 മണി ആയപ്പോഴാണ് അവസാനിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പൊതിച്ചോറൊന്ന് കെട്ടിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് കറികൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിലങ്ങോട്ട് ഒപ്പിച്ച. പിന്നെ ഇതേ ചൂടൻ ചോറ് അങ്ങോട്ട് ഇട്ടു, ബീട്രൂട്ട് തോരൻ വെച്ചു, പിന്നെ ബീഫ് കറി ഇട്ടു. ബീഫ് കറി തലേന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ അതേ ലിവർ ഫ്രൈയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചത് വന്ന്, മീൻ കറി വന്ന്, മുട്ട പൊരിച്ചത്, അച്ചാർ, ഇത്രയും കൂടി കൂട്ടി അങ്ങോട്ട് കെട്ടാൻ പോവാണ് കേട്ടോ. അപ്പം 4 മണി ആയപ്പോഴാണ് ഞാനിത് കെട്ടി വെക്കുന്നത്. എന്നാലാണല്ലോ 3 മണിക്കൂറിനുള്ളിൽ ഇത് സെറ്റ് ആയിട്ട് കിട്ടുള്ളൂ. നോമ്പിൽ മാത്രമല്ല കേട്ടോ, നോർമൽ ഡേയ്സിൽ എനിക്കിപ്പോൾ ഇതുപോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള കറികളൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ പൊതിച്ചോറ് കെട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 3-4 പൊതിച്ചോറ് അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കെട്ടി ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് തുറന്നിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴല്ലോ പൊന്നു മക്കളെ, സ്വർഗ്ഗമാണ് സ്വർഗ്ഗം. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ പൊതിച്ചോറൊക്കെ തുറന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളേ.